ഇന്ന് പളനിക്കാണ് കേട്ടോ പോകുന്നത്. രാത്രി 9:30 കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അമൃത എക്സ്പ്രസ്സിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അത് പളനി വഴി മധുര പോകുന്ന ട്രെയിനാണ്. ട്രെയിൻ രാവിലെ 6:55 പളനി സ്റ്റേഷനിലെത്തി. നൂറുകണക്കിന് ആളുകൾ അവിടെ ഇറങ്ങി. എല്ലാവരും മലയാളികൾ. പളനിക്ക് പോകുന്നവര് പളനി സ്റ്റേഷനിൽ നിന്നും എല്ലാവരും പളനിക്ക് പോകുന്നവരാണ് കേട്ടോ. പളനി സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമാണ് പളനി ക്ഷേത്രത്തിലേക്ക്. ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കണ്ടത്. പുറത്ത് ധാരാളം ഓട്ടോറിക്ഷകളും കുതിരവണ്ടികളും യാത്രക്കാരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിലും കുതിരവണ്ടിയിലും ഒന്നും കയറാൻ നിൽക്കാതെ നടന്ന് റോഡിലേക്ക് ഇറങ്ങുന്നവരെയും കണ്ടു. ഞാൻ സ്റ്റേഷനിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കി. ലേഡീസ് വെയിറ്റിംഗ് റൂമും അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമും കണ്ടു. രണ്ടും ഡോർ ക്ലോസ്ഡ് ആണ്. സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് തുറന്നു തന്നു. ഞാൻ മാത്രമാണ് ആ റൂം ഉപയോഗിക്കാനായി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. 2 ടോയ്ലറ്റുകളും ഒരു ബാത്റൂമും നല്ല ക്ലീൻ ആണ്. കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഞാൻ അവിടെ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് പുറത്തിറങ്ങി. ഒരു ഓട്ടോയിൽ പളനി വരെയുള്ള ചാർജ് അന്വേഷിച്ചപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ആളോട് ചോദിച്ചപ്പോഴും 100 രൂപ എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് കൂടുതലാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഞാൻ ആ ഓട്ടോയിൽ തന്നെ കയറി. ബാർഗെയിൻ ചെയ്യാനൊന്നും നിന്നില്ല. അവർ എന്നെ പളനി ക്ഷേത്രത്തിനടുത്തുള്ള, അതായത് ഓട്ടോ പോകുന്ന സ്ഥലം വരെ കൊണ്ടുവിട്ടു. രാവിലെ 7 മണി ആയിട്ടേ ഉള്ളൂ. നല്ല തിരക്കാണ് താഴെ അനുഭവപ്പെടുന്നത്. തല മൊട്ടയടിച്ച് കൂട്ടമായി എത്തുന്ന തമിഴ് ഭക്തർ മല കയറാൻ ഒരുങ്ങുന്നു. അല്പം ഇടത്തോട്ട് നടന്നപ്പോൾ പഴനി ദേവസ്ഥാനത്തിന്റെ തന്നെ ക്ലോക്ക് റൂം കണ്ടു. ബാഗും ചെരുപ്പ് ഒരു കവറിൽ പൊതിഞ്ഞ് ബാഗിൽ വെച്ച് മൊബൈൽ ഫോണും അവിടെ തന്നെ ബാഗിൽ വെച്ച് അവിടെ ഏൽപ്പിച്ചു. മൊബൈൽ ഫോൺ ഇപ്പോൾ പളനി ക്ഷേത്രത്തിൽ അഡ്മിറ്റ് ചെയ്യാറില്ല. മൊബൈൽ ഫോൺ കൊണ്ട് കയറാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചു താഴെ വന്നപ്പോൾ നല്ല തിരക്ക് തന്നെ. ചെറിയ ക്ഷേത്രങ്ങളിൽ കൂട്ടമായി ദർശനം നടത്തുന്ന ഭക്തർ. യൂണിഫോം പോലെ മഞ്ഞയും പച്ചയും സാരി അണിഞ്ഞ് അലങ്കരിച്ച പാൽക്കുടം തലയിലേന്തിയ ഒരു കൂട്ടം തമിഴ് സുന്ദരികൾ. ഏതാണ്ട് 250ഓളം പേരുണ്ടാവും. അവർ താഴെ ക്ഷേത്രനടയിൽ ഒരു പ്രത്യേക താളത്തിൽ പാടി ആടുകയാണ്. ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമയുടെ ക്ഷേത്രനടയിലെ ഒരു പാട്ട് സീൻ പോലെയാണ് എനിക്ക് തോന്നിയത്. അവരോടൊപ്പമാണ് ഞാനും പടികൾ കയറാൻ തുടങ്ങിയത്. കുറെ പേർ കുത്തനെയുള്ള പടികളല്ലാതെ മറ്റൊരു വഴിയുണ്ട്. ആ വഴിയാണ് കയറുന്നത്. ഞാൻ പടികൾ തന്നെ കയറാൻ തീരുമാനിച്ചു. ഒരു കുപ്പി വെള്ളം കരുതിയിരുന്നു. ഒരു പാക്കറ്റ് ചോക്ലേറ്റും കരുതി. ഏതാണ്ട് 25ഓളം സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും കിതയ്ക്കാൻ തുടങ്ങും. പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ പതുക്കെ കയറി. ചെറിയ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ കിതയ്ക്കുന്നത് കണ്ടു. വഴിയിൽ ടോയ്ലറ്റ് സൗകര്യവും കുടിവെള്ളവും ഒക്കെ ലഭ്യമാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ടോയ്ലറ്റുകൾ. പാൽക്കുടം കൊണ്ട് കയറിയ സുന്ദരികളൊക്കെ എന്നെക്കാളും ബഹുദൂരം മുന്നിൽ പോയി കഴിഞ്ഞു. ഞാൻ വളരെ പതുക്കെയാണ് കയറിയത്. വേൽമുരുക വിളിച്ച് തല മൊട്ടയടിച്ച് ഭസ്മം പൂശി കയറുന്ന വിവിധ ഭക്തരോടൊപ്പം ഏതാണ്ട് 1 മണിക്കൂറോളം എടുത്താണ് ഞാൻ മുകളിലെത്തിയത്. 20 രൂപ ടോക്കൺ എടുത്ത് ക്ഷേത്രത്തിൽ കയറി. ഏതാണ്ട് 15 മിനിറ്റോളമേ ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ മുരുകന്റെ മുന്നിലെത്തി. അതായത് ഹോളിഡേയ്സ് ഒന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ പറഞ്ഞ് കേട്ടു. അത് മാത്രമല്ല, മാർച്ച് അവസാനമായിരുന്നു താനും. ഏതാണ്ട് അരമണിക്കൂറോളം അവിടെ നടന്ന മുരുകന്റെ വേഷപകർച്ചകൾക്ക് സാക്ഷിയായി. മുരുകന്റെ മുന്നിൽ പെട്ടെന്ന് എത്തുകയും ചെയ്തു. അതുപോലെ തന്നെ അവിടെ നടന്ന എല്ലാ പൂജകൾക്കും, അരമണിക്കൂറോളം നടന്ന പൂജകൾക്കെല്ലാം അവിടെ സാക്ഷിയായി അവിടെ നിന്നു. ഭക്തിയുടെ കൊടുമുടിയിൽ വേൽമുരുക ഹരേ ഹര എന്ന് മാത്രം അമിതാവേശത്തോട് ഉരുവിടുന്ന തമിഴ് ഭക്തരുടെ ഇടയിൽ നിൽക്കുന്ന നമ്മളും അറിയാതെ വേൽമുരുക എന്നൊരുവിട്ട് പോകും. ബാലസുബ്രഹ്മണ്യ രൂപത്തിലായിരുന്നു അപ്പോൾ ഭഗവാന്റെ ദർശനം. തുടർന്ന് അകത്ത് തന്നെയുള്ള 1-2 ചെറിയ ക്ഷേത്രങ്ങളിലും കയറി പുറത്തിറങ്ങി. അപ്പോൾ സമയം ഏതാണ്ട് 10 മണി ആകുന്നതേ ഉള്ളൂ. ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മുകളിലുണ്ട്. വിശ്രമിക്കാനുള്ള സ്ഥലം, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകള്, കുടിവെള്ളം എല്ലാം ഉണ്ട്. പഞ്ചാമൃതം ഭക്തർക്ക് ഫ്രീ ആയി കൊടുക്കുന്ന ഒരു കൗണ്ടർ അവിടെ നിന്ന് ഞാനും വാങ്ങിക്കഴിച്ചു. പൊങ്കൽ പോലെ എന്തോ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുന്ന മറ്റൊരു കൗണ്ടറും കണ്ടു. ഞാൻ അവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടു. പാൽക്കുടമേന്തി വന്ന തമിഴ് സുന്ദരികൾ ഭക്തർക്കൊക്കെ പാൽ വിതരണം ചെയ്യുന്നത് കണ്ടു. പഴനിമലയുടെ മുകൾ ഭാഗം നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. പഴനി ടൗൺ, പുഴകള്, വയലുകള്, ചെറുതും വലുതുമായ ഒട്ടേറെ കെട്ടിടങ്ങള്, അങ്ങ് അകലെയുള്ള ചില മലയുടെ ഭാഗങ്ങള്. കുറച്ചു നേരം അതെല്ലാം നോക്കി നിന്നു. ഏതാണ്ട് 12:30 വരെ ഞാൻ മുകളിൽ തന്നെ ഇരുന്നു. പിന്നെ പതിയെ പടികൾ ഇറങ്ങി. 1 മണി കഴിഞ്ഞപ്പോൾ താഴെ എത്തി. അല്പദൂരം ഇടത്തോട്ട് നടന്നപ്പോൾ തന്നെ ശരവണ ഭവൻ ഹോട്ടൽ കണ്ടു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. കച്ചവടക്കാർ നമ്മെ പൊതികയാണ്. പഴങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ്.
കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് ഓർത്ത് വാങ്ങി സ്റ്റോറൊന്നും ചെയ്തില്ല. വാങ്ങി കഴിച്ചു. അവിടെ അടുത്ത് തന്നെയുള്ള ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ കയറി. താഴെ പളനി ദേവസ്ഥാനത്തിന് കീഴിൽ ഭക്തർക്ക് വിശ്രമിക്കാനും കുളിക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഫ്രീ ആയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെയുണ്ട്. 4:30 ആയപ്പോൾ തിരിച്ച് ഞാൻ സ്റ്റേഷനിലേക്ക് ഓട്ടോ പിടിച്ചു. ഇപ്പോൾ ഓട്ടോക്കാരൻ 80 രൂപയെ വാങ്ങിയുള്ളൂ. 1 മണിക്കൂറോളം വെയിറ്റ് റൂമിലിരുന്നു. ഭക്ഷണം കഴിച്ചു. 6 മണിക്ക് ട്രെയിൻ വന്നു. ഏതാണ്ട് ട്രെയിനിൽ മുഴുവൻ കയറാനുള്ള മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. രാവിലെ 4 മണിയായപ്പോൾ ട്രെയിൻ കൊല്ലത്തെത്തി.